Hi all, welcome to the another video. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 റിവിഷൻ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗിലെ മൂന്നാമത്തെ സെമസ്റ്ററിൽ വരുന്ന 3012 സബ്ജക്ട് കോഡ് കോൺക്രീറ്റ് ടെക്നോളജി എന്ന പേപ്പറിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള 4 വീഡിയോസ് മോഡ്യൂൾ വൈസ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതുണ്ട്. ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടാൽ മതിയാകും. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം നമുക്കുണ്ടാകുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് എയിൽ നമുക്ക് 9 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ മാർക്ക് വീതം വരുന്ന 9 ക്വസ്റ്റ്യൻസ്. ആ 9 ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്യണം. പാർട്ട് ബിയിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാർട്ട് ബിയിൽ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ടോട്ടൽ 10 നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ 8 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഓക്കെ. അതേപോലെ തന്നെ പാർട്ട് സിയിൽ നിങ്ങൾക്ക് 7 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ 7 മാർക്സിന്റെ ടോട്ടൽ 12 ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. അതിൽ 12 ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് എയിലെ 9 ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കാണുന്നതിന് മുന്നേ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ്, ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുള്ള പ്രീവിയസ് വീഡിയോസ് കാണുക. അതിനുശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് കയറാം. ഓക്കെ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പാർട്ട് എയിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ IS എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡാഷ് മിനിറ്റ്സ്. IS പ്രകാരം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ സെറ്റിംഗ് ടൈം, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഡാഷ് മിനിറ്റിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് ചോദ്യത്തെയാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, അഗ്രിഗേറ്റ്സ് റീറ്റെയിൻഡ് ഓൺ 4.75 mm sieve ഈസ് ടേംഡ് ആസ്. മൂന്നാമത്തെ ചോദ്യം, സൗണ്ട്നെസ് ടെസ്റ്റ് ഓഫ് സിമെന്റ് ഈസ് ടെസ്റ്റഡ് യൂസിങ്. ഏത് അപ്പാരറ്റസ് ആണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കാൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ചോദ്യം എന്താ? മിനിമം വാട്ടർ സിമെന്റ് റേഷ്യോ ഫോർ ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ഫോർ ഡിഫറെന്റ് എക്സ്പോഷർ കണ്ടീഷൻ ആർ സ്പെസിഫൈഡ് ഇൻ IS. പല കോൺക്രീറ്റ് ഗ്രേഡുകൾ, ഡിഫറെന്റ് ഗ്രേഡുകൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്, ഡിഫറെന്റ് എക്സ്പോഷർ കണ്ടീഷൻസിനനുസരിച്ച് ഡിഫറെന്റ് ഗ്രേഡുകൾക്ക് ഉപയോഗിക്കേണ്ട മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ ഏതൊക്കെയാണ് എന്നുള്ളത് ഏത് കോഡിലാണ് ഏത് IS കോഡിലാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? പ്രോസസ് ഈസ് അഡോപ്റ്റഡ് ടു എലിമിനേറ്റ് എയർ ബബിൾസ് ആൻഡ് ഗിവ് മാക്സിമം ഡെൻസിറ്റി ടു ദ കോൺക്രീറ്റ്. നമ്മുടെ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന എയർ ബബിൾസിനൊക്കെ പുറത്താക്കാനും മാക്സിമം ഡെൻസിറ്റി അറ്റൈൻ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് എന്താ പറയാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം എന്താ? ദ പ്രൊപ്പോർഷൻ 1:1:2 കറസ്പോണ്ടിങ് ടു ഡാഷ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. 1:1:2 എന്നുള്ള ഗ്രേഡിൽ വരുന്ന കോൺക്രീറ്റ് ഏതാണ്? അതിനെന്താ വിളിക്കുക എന്നുള്ള ചോദ്യം. ഏഴാമത്തെ ചോദ്യം എന്താണ്? ഏഴാമത്തെ ചോദ്യം പറയുന്നത്, ഇൻ മിക്സ് ഡിസൈൻ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് ഫോർ കോൺക്രീറ്റ് മിക്സ് ഈസ് കാൽക്കുലേറ്റ് യൂസിങ് ഡാഷ് ഫോർമുല. നിങ്ങൾ മിക്സ് ഡിസൈൻ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ വീഡിയോസ് കാണാം. അപ്പോൾ അതിൽ മിക്സ് ഡിസൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മിക്സ് ഡിസൈനിൽ നമ്മൾ എങ്ങനെയാണ് ടാർഗറ്റ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുക? ഓക്കെ. മിക്സ് ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ്, പ്രൊസീജിയറൽ സ്റ്റെപ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പഠിക്കേണ്ട ആവശ്യമില്ല ഫോർ ദ തിയറി എക്സാംസ്. ഓക്കെ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കോൺക്രീറ്റ് വിച്ച് മോഡിഫൈഡ് വിത്ത് ഷോർട്ട് ഡിസ്ക്രീറ്റ് ഫൈബേഴ്സ് ആർ കാൾഡ്. കോൺക്രീറ്റിൽ ചെറിയ നാരുകൾ, ഫൈബേഴ്സിനെ ചേർത്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് കോൺക്രീറ്റിനെ, മോഡിഫൈ ചെയ്യപ്പെട്ട കോൺക്രീറ്റിനെ എന്താ വിളിക്കാന്ന് ചോദിച്ചിട്ടുള്ളത്. ഓൾസോ ഡിസ്കസ് ഇൻ ദ പ്രീവിയസ് വീഡിയോ ഇൻ ഡീറ്റെയിൽ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡാഷ് ഇസ് സ്പെഷ്യൽ കോൺക്രീറ്റ് ഹാവിംഗ് ലോവർ ഡെൻസിറ്റി ഉള്ള അല്ലെങ്കിൽ ലോവർ വെയിറ്റ് ഉള്ള കോൺക്രീറ്റിനെ നമ്മൾ എന്താ വിളിക്കുക എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിലുള്ളൂ, പാർട്ടിയിലുള്ളൂ. അങ്ങ് ഡീറ്റെയിലൊക്കെ നോക്കാം എങ്ങനെയൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. ഫോർ അക്കോർഡിംഗ് ടു ദ IS ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ.
നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാനുള്ളത് ഏതൊക്കെ കോഡുകളാണ്? IS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഡാഷ് മിനിറ്റ്. ഇതിന് ആൻസർ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു OPC എന്ന സിമെന്റിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, അതിന്റെ പ്ലാസ്റ്റിസിറ്റി ലൂസ് ചെയ്യാൻ തുടങ്ങുന്നത് എത്ര സമയത്തിൽ കൂടുതലായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഇതിന് ആൻസർ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ OPC ഇറ്റ് ഈസ് 30 മിനിറ്റ്സ് എന്നാണ്. അതിനർത്ഥം എന്താണ്? നമ്മൾ സിമെന്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ സിമെന്റ് പേസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് 30 മിനിറ്റ് എങ്കിലും കട്ട പിടിക്കാതെ സെറ്റ് ചെയ്യാതെ ഇരിക്കണം. 30 മിനിറ്റിന് ശേഷം മാത്രമേ സെറ്റിംഗ് സംഭവിക്കാൻ പാടുള്ളൂ. എന്നാലാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള സമയം, അല്ലെ, ആ സിമെന്റ് കോൺക്രീറ്റ് കൊണ്ട് അല്ലെങ്കിൽ സിമെന്റ് കൊണ്ട് വർക്ക് ചെയ്യാനുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കിട്ടുള്ളൂ. ഇപ്പൊ 30 മിനിറ്റിൽ താഴെയാണ് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ അത് സെറ്റ് ആവുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ആ സിമെന്റ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കൂല. ഇനി ഇതിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന വേറൊരു ചോദ്യമാണ് ഫൈനൽ സെറ്റിംഗ് ടൈം. നിങ്ങൾ ലാബിൽ ഇതൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടോ? ഫൈനൽ സെറ്റിംഗ് ടൈം എത്രയാണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. OPCയുടെ ഫൈനൽ സെറ്റിംഗ് ടൈം, OPCയുടെ ഫൈനൽ സെറ്റിംഗ് ടൈം എത്രയാണെന്ന് ചോദിക്കാം. അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ആൻസർ ആണ് ഫൈനൽ സെറ്റിംഗ് ടൈം ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്നാ പറയാം. 600 മിനിറ്റിൽ 600 മിനിറ്റ് അല്ലെങ്കിൽ 10 hours. Should not be greater than, should not be greater than, not be greater than 600 മിനിറ്റ് അല്ലെങ്കിൽ 10 hours. അതിൽ ഫൈനൽ സെറ്റിംഗ് ടൈം 10 ഹവറിൽ അല്ലെങ്കിൽ 600 മിനിറ്റിൽ കൂടാൻ പാടില്ല എന്നാണ് പറയാം. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. OPCയിൽ 30 മിനിറ്റിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കുറയാൻ പാടില്ല, 30 മിനിറ്റിൽ കുറയാൻ പാടില്ല ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. അങ്ങനെയെങ്കിൽ ഫൈനൽ സെറ്റിംഗ് ടൈമോ 600 മിനിറ്റ് അല്ലെങ്കിൽ 10 ഹവേഴ്സിൽ കൂടാൻ പാടില്ല, 10 ഹവേഴ്സിൽ കൂടാൻ പാടില്ല. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള, ഈ ടൈപ്പിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അതിന് മുന്നേ അതിന്റെ ആൻസർ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു IS ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 30 മിനിറ്റ്സ്, 30 മിനിറ്റിൽ കൂടുതലായിരിക്കും. രണ്ടാമത്തെ ചോദ്യമാണ്, എന്താണ് ചോദ്യം? അഗ്രിഗേറ്റ്സ് റീറ്റെയിൻ 4.75 mm IS sieve is termed as. അഗ്രിഗേറ്റ് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ? അഗ്രിഗേറ്റ് റീറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.75 mm സൈസ് ഉള്ള സീവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാബിൽ. സീവ് അല്ലെങ്കിൽ അരിപ്പ എന്നൊക്കെ പറയില്ലേ, ആ അരിപ്പ കണ്ടിട്ടില്ല നിങ്ങൾ? ആ 4.75 mm സൈസുള്ള സീവിൽ റീറ്റെയിൻ ചെയ്യുക, തങ്ങി നിൽക്കുക. നമ്മൾ അത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തങ്ങി നിൽക്കുന്ന ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റിനെ എന്താണ് വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനർത്ഥം എന്താണ്? അഗ്രിഗേറ്റ് സൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 4.75 mm. ഇതിനർത്ഥം എന്താണ്? അഗ്രിഗേറ്റ് സൈസ് എന്തായിരിക്കും? തങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ 4.75 mm കൂടുതലായിരിക്കും. ഇത്തരം അഗ്രിഗേറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? വലിയ അഗ്രിഗേറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? കോഴ്സ് അഗ്രിഗേറ്റ് എന്നാ വിളിക്കുക, കോഴ്സ് അഗ്രിഗേറ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ കോഴ്സ് അഗ്രിഗേറ്റ് എന്നാണ്. ഇനി വേറൊരു ചോദ്യം ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്നത്, ദ അഗ്രിഗേറ്റ്സ് പാസ് ത്രൂ 4.75 mm എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാസ് ഇവിടെ മാറ്റിയിട്ട് പാസ് ത്രൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പാസ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പാസ് ആവുക, ഇതിനുള്ളിലൂടെ കടന്നു പോവുക. 4.75 mm സൈസുള്ള സീവിൽ കൂടെ കടന്നു പോകുന്ന ടൈപ്പ് അഗ്രിഗേറ്റ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? അഗ്രിഗേറ്റിന്റെ സൈസ് എന്തായിരിക്കും? അഗ്രിഗേറ്റ് സൈസ് ലെസ് ദാൻ 4.75 mm. 4.75 mm സൈസ് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകും അതിന്റെ ഒരു സൈസ്, ഇമാജിൻ ചെയ്താൽ മനസ്സിലാവും. അപ്പൊ ആ ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റിനെ നമ്മൾ എന്താ വിളിക്കുക? ഫൈൻ അഗ്രിഗേറ്റ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കോഴ്സ് അഗ്രിഗേറ്റ് റീറ്റെയിൻ ഓൺ 4.75 mm IS sieve എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. അഗ്രിഗേറ്റ് പാസസ് ത്രൂ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സൈസ് ലെസ് ദാൻ 4.75 mm എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? ഫൈൻ അഗ്രിഗേറ്റ് എന്താണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ?
ദിസ് ഇസ് ആൻസർ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സൗണ്ട്നെസ് ടെസ്റ്റ് ഓഫ് സിമെന്റ് ഈസ് ടെസ്റ്റഡ് യൂസിങ്. ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്നെങ്കിൽ നിങ്ങൾ എന്തറിയണം? ഏതൊക്കെ ടെസ്റ്റുകളാണ് സിമെന്റിൽ എന്നുള്ളത് അറിയണം. ആ ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ഏതാണെന്നുള്ളത് അറിയണം. നിങ്ങൾ ലാബ്, കോൺക്രീറ്റ് ടെക്നോളജി ലാബ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. എങ്കിലും നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ മെയിനായിട്ട് വരുന്ന ടെസ്റ്റുകൾ. ഓക്കെ, ആദ്യത്തെ ടെസ്റ്റ് ഫൈനസ് ടെസ്റ്റ്. ഫൈനസ് എങ്ങനെ ടെസ്റ്റ് ചെയ്യുക? നമ്മൾ 90 മൈക്രോൺ സീവ് ഉപയോഗിച്ചിട്ട് 90 മൈക്രോൺ സീവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫൈനസ് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് ഉണ്ട്, എയർ പെർമിയബിലിറ്റി മെത്തേഡ് എന്ന് പറയും. എന്താ പറയുക? എയർ പെർമിയബിലിറ്റി മെത്തേഡ്. ഇനി നിങ്ങൾ കണ്ടുപിടിച്ച സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി, അതേപോലെ തന്നെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആൻഡ് ഫൈനൽ സെറ്റിംഗ് ടൈം. സെറ്റിംഗ് ടൈമിനെ രണ്ടാക്കി ഭാഗിച്ചാൽ ഇനീഷ്യലും ഫൈനൽ സെറ്റിംഗ് ടൈം. ഇതിന് രണ്ടിനും വേണ്ടി, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാൻ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ, ഫൈനൽ സെറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ, ഇത് മൂന്നും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു അപ്പാരറ്റസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വിക്കാറ്റ് അപ്പാരറ്റസ്. ഓക്കെ, വിക്കാറ്റ്സ് അപ്പാരറ്റസ്. ഓക്കെ, വിക്കാറ്റ്സ് അപ്പാരറ്റസ് ആണ് കേട്ടോ, വിക്കാറ്റ്സ് അപ്പാരറ്റസ്. ഓക്കെ, ഇനി നാലാമത്തെ ടെസ്റ്റ് ഏതാണ്? സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ. സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് പേരാണ് ലീ ഷാട്ട്ലിയേഴ്സ് അപ്പാരറ്റസ്. ലീ ഷാട്ട്ലിയർ അപ്പാരറ്റസ്. അതേപോലെ തന്നെ പഠിച്ചു വെക്കുക, കാണാതെ പഠിക്കേണ്ടി വരും. ഓക്കെ, കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാനോ? കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിക്കും. അതിന് ക്യൂബിന്റെ മോൾഡ് സൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ പറഞ്ഞാൽ മതിയാകും. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഫൈൻഡ് സൗണ്ട്നെസ് എന്നുള്ള ചോദ്യം എന്താണ് ആൻസർ? ലീ ഷാട്ട്ലിയർ അപ്പാരറ്റസ് ആണ്. ഏതൊക്കെ ചോദിക്കാം? അടുത്ത ക്വസ്റ്റ്യനിൽ ചിലപ്പം ചോദിക്കാം ഫൈനസ് ടെസ്റ്റ് ചെയ്യാൻ ഏത് എക്യുപ്മെന്റാന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 90 മൈക്രോൺ സീവ് എന്ന് എഴുതണം. ഇനി ചിലപ്പോൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ചോദിക്കാം, എങ്ങനെ ചെയ്യാന്ന് ചോദിക്കാം. അത് വിക്കറ്റ് അപ്പാരറ്റസ് എന്ന് എഴുതണം. ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും ചോദിച്ചാലും എന്ത് എഴുതണം? വിക്കറ്റ്സ് അപ്പാരറ്റസ് എന്ന് എഴുതണം. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ടെസ്റ്റുകളും അതിന്റെ എക്യുപ്മെന്റ്സും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? സൗണ്ട്നെസ് ടെസ്റ്റ് ഓഫ് എ സിമെന്റ് ഈസ് ടെസ്റ്റഡ് ബൈ യൂസിങ് ലീ ഷാട്ട്ലിയേഴ്സ് അപ്പാരറ്റസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ ഓഫ് ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് ഫോർ ഡിഫറെന്റ് എക്സ്പോഷർ കണ്ടീഷൻസ് ആർ സ്പെസിഫൈഡ് ഇൻ IS. എന്താണ് ഈ ക്വസ്റ്റ്യൻ അറിയാം? എക്സ്പോഷർ കണ്ടീഷൻ എന്നുള്ള ഒരു വേർഡ് കാണാം, മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ എന്നുള്ള വേർഡ് കാണാം, ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ് എന്നുള്ളൊരു ടേമും കാണാം. അപ്പോൾ എന്താണ് എക്സ്പോഷർ കണ്ടീഷൻ? അത് കാണുന്നതിന് മുന്നേ ഇതൊക്കെയാണ് ഈ വരുന്ന എക്സ്പോഷർ കണ്ടീഷൻസ്. അതായത് കോൺക്രീറ്റ് ഏത് സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്, ഏത് എൻവയോൺമെന്റിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിനെ അനുസരിച്ച് എക്സ്പോഷർ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്സ്പോഷർ കണ്ടീഷൻസ് അതാണ് ആദ്യത്തെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ചിലപ്പോൾ എക്സാമിൽ ചോദിച്ചാലോ, നിങ്ങൾക്ക് പഠിച്ചു വെക്കട്ടാ. ഈ 5 കണ്ടീഷൻസ് പഠിച്ചു വെക്കുക. ഇതിൽ തന്നെ മൈൽഡ് ഏതാണ്, അതിൻ്റെ ഒക്കെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഞാൻ വെറുതെ പറയുന്നേ ഉള്ളൂ. കോൺക്രീറ്റ് സർഫസ് പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് വെദർ അഗ്രസീവ് കണ്ടീഷൻസ് എക്സെപ്റ്റ് ദോസ് സിറ്റുവേറ്റഡ് ഇൻ ദ കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയയിൽ പെടാത്ത ബാക്കി അബറേഷൻസ്, അഗ്രസീവ് വെദറിനൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ആ എൻവയോൺമെന്റൽ കണ്ടീഷനെ നമ്മൾ വിളിക്കും മൈൽഡ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ബാക്കി മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം എന്നുള്ളതിന്റെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല ഇത്. നമുക്ക് കിട്ടുക ഈ സാധനം IS 456 നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. ഈ സാധനം IS 456 നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. IS 456 2000. പക്ഷേ നിർഭാഗ്യവശാൽ മിക്കവാറും നമുക്ക് കോഡ് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ സിലബസിൽ മിക്സഡ് ഡിസൈനിന്റെ പ്രൊസീജിയറൽ സ്റ്റെപ്സ് മാത്രം ഉള്ളത് കൊണ്ട് കോഡിന്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണാൻ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് IS കോഡ് ടേബിൾ 5 പേജ് നമ്പർ 20 ഉള്ളൊരു ടേബിളാണ്. ഇതിൽ നിങ്ങൾ കണ്ടോ, നേരത്തെ പറഞ്ഞ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം എന്നുള്ള എക്സ്പോഷർ കണ്ടീഷനുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം, ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ മിനിമം സിമെന്റ് കണ്ടന്റ്, മിനിമം എത്ര സിമെന്റ് കൊടുക്കണം, മാക്സിമം ഫ്രീ വാട്ടർ സിമെന്റ് റേഷ്യോ, ഇത്രയായിരിക്കണം കൊടുക്കേണ്ടത്. മാക്സിമം 60, 0.6, 0.6, 0.5, 0.45, 0.4. അതേപോലെ തന്നെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, ഇതൊക്കെ PCC ആണെങ്കിലുള്ള കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ള ഈ 3 മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എത്ര കൊടുക്കണം. മൈൽഡ് ആണെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള
മോഡറേറ്റ് ആണെങ്കിൽ M15 കൊടുക്കണം. ഈ സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ച് കണ്ടീഷന്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തുന്നതിനനുസരിച്ച് വലിയ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കൊടുക്കണം. കോൺക്രീറ്റിന്റെ ഗ്രേഡ് കൂടുന്നു. ഇവിടെ എമൗണ്ട് ഓഫ് വാട്ടർ കുറയാണ് ചെയ്യുക അല്ലെ, വാട്ടർ കണ്ടന്റ് എമൗണ്ട് ഓഫ് വാട്ടർ കുറയുന്നു. ഇവിടെയോ മിനിമം സിമെന്റ് കണ്ടന്റ് കൂടുന്നു. എക്സ്ട്രീമിലേക്ക് പോകുന്നതിനനുസരിച്ച് ഭയങ്കര മോശം കണ്ടീഷനിലായിരിക്കും കോൺക്രീറ്റ് ഉണ്ടാവുക. അതിനനുസരിച്ച് മിനിമം വാട്ടർ സിമെന്റ് കണ്ടന്റ് കൂടുന്നു, വാട്ടർ കണ്ടന്റ് കുറയുന്നു. വെള്ളം കുറയണം അപ്പോഴും കോൺക്രീറ്റിൽ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഗ്രേഡ് കൂട്ടണം. അതേപോലെ തന്നെ RCCയിലും വരുമ്പോൾ ഉണ്ടാവുന്ന മിനിമം സിമെന്റ് കണ്ടന്റ്, മിനിമം വാട്ടർ സിമെന്റ് റേഷ്യോ, മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഒക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏത് കോഡിലാണ് കൊടുത്തിട്ടുള്ളതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യം. ഇതിലുള്ള ഏതൊക്കെയാണ് അതിന്റെ വാല്യൂസ് ഒന്നും ചോദിച്ചിട്ടില്ല. ആൻസർ എന്താ വരിക? അപ്പോൾ IS 456/2000 ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ആൻസർ എന്താ? IS 456/2000 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇനി ഒരു കോഡും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ടീച്ചർമാർ വാങ്ങാൻ പറഞ്ഞു, നിങ്ങളെ ടീച്ചേഴ്സ് വാങ്ങാൻ പറഞ്ഞിട്ടുള്ള കോഡുകൾ ഏതൊക്കെയാണ്? ഈ ഒരു കോഡ് ഉണ്ടാവും, IS 456/2000. അതേപോലെ തന്നെ മിക്സ് ഡിസൈന് വേണ്ടിയിട്ട് നമുക്ക് IS 102/62/2019. ഈ രണ്ട് കോഡുകളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അധികം ഐഡിയ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ രണ്ടും എഴുതി വെക്കുക. അപ്പോൾ ഒന്നിന് മാർക്ക് കിട്ടും. ഓക്കെ, കോഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കോഡുകളാണ് എഴുതി വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അതിന് ഒരു മാർക്ക് വീഴും. വേറെ കോഡുകളൊന്നും ഈ ബുക്കിൽ പഠിക്കാനില്ല. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ? The process is adopted to eliminate air bubbles and give maximum density of concrete. ഈ സാധനം പറയുമ്പോൾ നമ്മളൊരു ക്യൂബിലേക്ക്, നിങ്ങൾ ക്യൂബൊക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ലാബിൽ. ക്യൂബിലേക്ക് ഇങ്ങനെ കോൺക്രീറ്റ് നിറക്കുകയാണ് അല്ലെ. കോൺക്രീറ്റ് വെറുതെ ട്രാവൽ കൊണ്ട് നിങ്ങൾ കോരിയിട്ടു. ഇപ്പോൾ കോൺക്രീറ്റിന്റെ ഇടയിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇതിങ്ങനെ കോൺക്രീറ്റിന്റെ ഇടയിൽ ഇങ്ങനെ എയർ ബബിൾസ് ഉണ്ടാവും, എയർ ബബിൾസ് ഉണ്ടാവും. അതേപോലെ ശരിക്ക് അതിലേക്ക് നിറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ടാമ്പിംഗ് റോഡ് ഉപയോഗിച്ചിട്ട്, ഒരു ദണ്ട് ഉപയോഗിച്ചിട്ട്, ടാമ്പിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ നന്നായിട്ട് എന്ത് ചെയ്തു? ടാമ്പ് ചെയ്ത് കൊടുത്തു അല്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ഇതിലുള്ള എയർ വോയിഡ്സിനൊക്കെ പുറത്തേക്ക് കളഞ്ഞ് ഇതിനെ നല്ല ടഫ് ആക്കാൻ അല്ലെ, അതിന്റെ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി, ഇതിന്റെ കനം കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. ആ പ്രോസസ്സിന് എന്താ പറയാന്നാ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചതാണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോംപാക്ഷൻ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? കോംപാക്ഷൻ. അപ്പോൾ കോംപാക്ഷൻ ഈസ് എ പ്രോസസ് അഡോപ്റ്റഡ് ടു എലിമിനേറ്റ് എയർ ബബിൾസ് ടു ഗീവ് ദ കോൺക്രീറ്റ് മാക്സിമം ഡെൻസിറ്റി. കോൺക്രീറ്റിനെ നല്ല കനത്തിൽ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് അതിലുള്ള ഗ്യാപ്സ് ഒക്കെ കളഞ്ഞ് നന്നായിട്ട് ടഫ് ആക്കാൻ വേണ്ടി, നന്നായിട്ട് ഇരിക്കാൻ വേണ്ടി അതിന് ഉപയോഗിക്കുന്ന സ്റ്റെപ്പാണ് നമ്മൾ എന്തിന് കോമ്പാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. കോമ്പാക്ഷൻ പല ടൈപ്പിൽ ചെയ്യലുണ്ട്. ഹാൻഡ് കോമ്പാക്ഷൻ ഉണ്ട് അല്ലെ. ഹാൻഡ് റോഡുകൾ ഉപയോഗിച്ചിട്ട് കോമ്പാക്ട് ചെയ്യും, ദണ്ടുകൾ ഉപയോഗിച്ച് കോമ്പാക്ട് ചെയ്യും. പിന്നെ വൈബ്രേറ്റേഴ്സ്, നീഡിൽ വൈബ്രേറ്റേഴ്സ്, അങ്ങനെ പല പല ടൈപ്സ് ഓഫ് കോമ്പാക്ഷൻ ഉണ്ട്. അത് നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? കോമ്പാക്ഷൻ എന്നാണ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ പ്രൊപ്പോർഷൻ 1:1:2 കറസ്പോണ്ടിങ് ടു ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. അപ്പോ എന്താണ് ഈ പ്രൊപ്പോർഷൻ? നമ്മളെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ അല്ലെങ്കിൽ മിക്സസ് എന്ന് പറയും. മിക്സസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നോമിനൽ മിക്സും ഡിസൈൻ മിക്സും. നോമിനൽ മിക്സും അതേപോലെ തന്നെ ഡിസൈൻ മിക്സും ഉണ്ടാവും. ഇനി ഈ നോമിനൽ മിക്സ് എന്ന് പറഞ്ഞാൽ ഈ മിക്സിന്റെ റേഷ്യോസ് ഒക്കെ പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. പ്രീ ഡിഫൈൻഡ് അതായത് മുന്നേ നമുക്ക് ധാരണ ഉണ്ടാവും ഇന്ന റേഷ്യോയിലാണ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് 1:1:2 ഇട്ടാൽ മതി, അതങ്ങനെയെങ്കിൽ ഒരു ഗ്രേഡാണ്, അങ്ങനെ ഉണ്ടാവും. ഡിസൈൻ മിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നോട്ട് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. നമുക്ക് മുൻകൂട്ടി ഡിഫൈൻ ചെയ്യപ്പെടാത്ത സാധനങ്ങളായിരിക്കും, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നോട്ട് പ്രീ ഡിഫൈൻഡ്. ഇതിന്റെ റേഷ്യോസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് IS കോഡുകൾ ഉപയോഗിച്ച് IS 456/2000, അതേപോലെ തന്നെ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന IS 102/62/2019 ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നിക്കൊന്ന് ഒരു 1:1:2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കാം. 1:1:2 ഈ റേഷ്യോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെന്റ്. ഒരു സിമെന്റ്, അതെ, 1 kg സിമെന്റ് നീ എടുക്കണം, kg അല്ലെ. 1 kg സിമെന്റ്ക്ക് 1 kg ഫൈൻ അഗ്രിഗേറ്റ്, 2 kg കോഴ്സ് അഗ്രിഗേറ്റ് അല്ലെ. 1 kg സിമെന്റ് അഗ്രിഗേറ്റ്, 1 kg ഫൈൻ അഗ്രിഗേറ്റ്,
2 kg കോഴ്സ് അഗ്രിഗേറ്റ്. ഈ റേഷ്യോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏത് മിക്സ് എന്നാണ് പറയാ, ഏത് ഗ്രേഡ് എന്നാണ് പറയാന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കെ ജിയിൽ എടുക്കണ ഇങ്ങനെ കെ ജിയിൽ നമ്മൾ എടുത്തിട്ടുള്ള ഓക്കെ, അങ്ങനെ ഉള്ള മിക്സിന്റെ പേര്. അപ്പോൾ ഓരോ മിക്സുകൾ ഇത് പഠിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. നമുക്ക് പഠിക്കാൻ ഉണ്ടാവുക, നമ്മൾ ചോദിക്കുക M25 മുതൽ താഴോട്ടാണ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മിക്സുകൾ ചോദിക്കുക. M20, M15, M10, M7.5, M5 ഇത്രയും ഗ്രേഡുകളാണ് നിങ്ങൾ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള നോമിനൽ മിക്സ് വരുന്നത്. ഇതിന്റെ റേഷ്യോസ് ആയിരിക്കും ചോദിക്കുക. ഇനി 1:1:2 ഓക്കെ, 1:1:2 ഇതിന്റെ ഈ 1ന്റെ ഇരട്ടി ആയിരിക്കും എപ്പോഴും ഇവിടെ ഉണ്ടാവുക. ഈ ഇവിടെ ഉള്ളതിന്റെ ഫൈൻ അഗ്രിഗേറ്റിന്റെ ഇരട്ടി ആയിരിക്കും എപ്പോഴും കോഴ്സ് അഗ്രിഗേറ്റിൽ ഉണ്ടാവുക. ഇനി അടുത്തത് ശ്രദ്ധിച്ച് കേട്ടോ, 1:1.5 ഇതിന്റെ ഇരട്ടി എത്രയാണ്? 1.5ന്റെ 3. അടുത്തത് 1:2 ഇരട്ടി 4. ഇവിടെ 1:3:6 ഓക്കെ, 3യുടെ ഇരട്ടി. ഇവിടെ 1:4:8. ഇവിടെ 1:5:10. ഇങ്ങനെ കാണാതെ പഠിക്കരുത്. ഇതിലിപ്പോ ആകെ വരുന്നത് ഒരു 0.5 ഇവിടെ വരുന്നുണ്ട്, ബാക്കിയൊക്കെ 1.5 ആയിട്ട് വരുന്നുണ്ട് M20. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഗ്രേഡ്സ് വരുന്നത്. അപ്പോ നമ്മളുടെ ഇതൊന്ന് കാണാതെ നിങ്ങൾ പഠിക്കണം. ഈ ഒരു അറേഞ്ച്മെന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ 1:1:2 വരുമ്പോൾ നമ്മുടെ റേഷ്യോ ഏതാണ് വരിക? M25 ആണ് ആൻസർ വരിക. ഇനി M25 എന്ന് പറഞ്ഞാൽ എന്താണ്? M ഡിനോട്ട് ചെയ്യുന്നത് എന്താന്ന് ചിലപ്പോൾ ചോദിക്കാം. M റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനാണ്? M ഡിനോട്ട് ചെയ്യുന്നത് മിക്സ് എന്ന ടേമിനെയാണ്, മിക്സ് M. ഈ 25 എന്തിനാ ടേം ചെയ്യുന്നത്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആഫ്റ്റർ 28 ഡേയ്സ്. 28 ദിവസത്തിന് ശേഷം നമ്മളൊരു M25 കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 28 ദിവസത്തിന് ശേഷമുള്ള കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ഈ M25ലെ 25 ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആഫ്റ്റർ 28 ഡേയ്സ്. അതിന് യൂണിറ്റ് എന്ന് പറയുന്നത് Newton/mm². അപ്പൊ അതിനർത്ഥം എന്താ? നമ്മളൊരു M25 കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മിനിമം 28 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ, കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര മിനിമം കിട്ടണം? മിനിമം 25 Newton/mm² കിട്ടണം എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം മുന്നേ പറഞ്ഞു. നമ്മൾ കെ ജിയിലാണ് ഈ പ്രൊപ്പോർഷൻ പറയുന്നതെങ്കിൽ, വെയിറ്റിലാണ് നമ്മൾ പ്രൊപ്പോർഷൻ പറയുന്നതെങ്കിൽ, ഈ ടൈപ്പ് ബാച്ചിങ്ങിനെ നമ്മൾ എന്താ വിളിക്കുക? വെയ് ബാച്ചിങ് എന്നാ വിളിക്കുക. വെയ് ബാച്ചിങ്. ഓക്കെ, ബാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനി ബാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഗ്രീഡിയൻസിനെ അളവുകളെ തിരിച്ച് അതിന്റെ പ്രൊപ്പോർഷൻ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ബാച്ചിങ് എന്ന് പറയുക. ഓക്കെ, 1 കിലോ എടുക്കുക, 1 കിലോ സിമെന്റ് എടുക്കുക, 1 കിലോ ഫൈൻ അഗ്രിഗേറ്റ് എടുക്കുക, 1 കിലോ കോഴ്സ് അഗ്രിഗേറ്റ് എടുക്കുക എന്നുള്ള എടുക്കുന്ന മാറ്റി നിർത്തുന്നതാണ് ബാച്ചിങ് വിളിക്കുക. നമ്മൾ വെയിറ്റിലാണ് പറയുന്നതെങ്കിൽ വെയ് ബാച്ചിങ് എന്ന് പറയും. ഇനി വോളിയത്തിൽ പറയാം വേണമെങ്കിൽ 1 മീറ്റർ ക്യൂബ് സിമെന്റിലേക്ക് 1 മീറ്റർ ക്യൂബ് ഫൈൻ അഗ്രിഗേറ്റ്, അതേപോലെ തന്നെ 2 മീറ്റർ ക്യൂബ് കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മീറ്റർ ക്യൂബിന്റെ അളവിലോ അല്ലെങ്കിൽ നമ്മൾ ചട്ടിയുടെ അളവിലൊക്കെ പറയില്ലേ, ഒരു ചട്ടി സിമെന്റ്, 1 ചട്ടി ഫൈൻ അഗ്രിഗേറ്റ്, 2 ചട്ടി കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയില്ലേ, അതിനെ ആ ടൈപ്പ് ബാച്ചിങ്ങിനെ നമ്മൾക്ക് വോളിയം ബാച്ചിങ് എന്ന് പറയാം. എന്താ പറയാം? വോളിയം ബാച്ചിങ് എന്ന് പറയാം. ചിലപ്പോൾ ടൈപ്പ് ഓഫ് ബാച്ചിങ് എന്താണെന്ന് ചിലപ്പം ചോദിക്കാം. വെയ് ബാച്ചിങ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ബാച്ചിങ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയിന്നേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ നാളെ അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കുകയാണ് 1:1.5:3 എന്നുള്ള പ്രൊപ്പോസലിൽ വരുന്ന കോൺക്രീറ്റ് മിക്സിനെ എങ്ങനെ ഡിസിഗ്നേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഏത് എഴുതണം? 1:1.5:3 എന്നുള്ളത് M20. ചിലപ്പോൾ 1:2:4 ചോദിക്കാം, M15. 1:3:6 ചോദിക്കാം, M10. 1:4:8 ചോദിക്കാം, M7.5. 1:5:10 ചോദിക്കാം, M5. ഇത് വരുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ നോക്കുക. ബാക്കിയൊക്കെ
5 4 3 2 ഈ 1ന്റെ ഇടയ്ക്ക് ഒരു 1.5 കയറുന്നുണ്ട്. ഇത് നിങ്ങൾ ഓർഡറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നാക്കിൽ പഠിച്ചു വെച്ചാൽ മതി. നോക്കാം. ഇൻ മിക്സ് ഡിസൈൻ. എന്താ മിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പ്രീ ഡിഫൈൻഡ് അല്ലാത്ത റേഷ്യോസ് ഇപ്പോൾ M25 മുതൽ മുകളിലോട്ട് M30 ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? റേഷ്യോസ് പ്രീ ഡിഫൈൻഡ് അല്ല, നോട്ട് പ്രീ ഡിഫൈൻഡ്, ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത്തരം കണ്ടീഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? മിക്സിനെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ആ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഹെൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ്, ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് IS മെത്തഡാണ്. IS മെത്തഡ്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കോഡ് ഞാൻ പറഞ്ഞു, IS 2019 ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇതേപോലെ പല മെത്തഡ് ഉണ്ട്. IRC44 മെത്തഡ്, ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് മെത്തഡ്, മെത്തഡ് ഓഫ് മിക്സ് ഡിസൈൻസ് ചോദിച്ചു കഴിഞ്ഞാൽ IS മെത്തഡ് ഉണ്ട്, IRC44 മെത്തഡ് ഉണ്ട്, ആർബിട്രറി മെത്തഡ് ഉണ്ട്, അങ്ങനെ എക്സെട്ര ഒരുപാട് മെത്തഡ്സ് ഉണ്ട്. പിന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ള ഇൻ മിക്സ് ഡിസൈൻ ടാർഗറ്റ് മീൻ സ്ട്രെങ്ത് ഫോർ കോൺക്രീറ്റ് മിക്സ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ഡാഷ് ഫോർമുല. എന്താണ് ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ലക്ഷ്യം വെക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെ മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാനിപ്പോ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ M30 മിക്സ് ചെയ്യാം. M30 മിക്സ് ഡിസൈൻ ചെയ്യാൻ പോവാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു M മിക്സ് ആണ്. 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എത്ര കിട്ടണം? 30 Nm² കിട്ടണം. 30 Nm² കിട്ടണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുക. ഇനി ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മിക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ 30ൽ കൂടുതലായിട്ട് ഒരു വാല്യൂവിനെ ടാർഗറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 30 എന്നുള്ള വാല്യൂ എങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരു X എന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ കൂട്ടിക്കാണും. കംപ്രസീവ് സ്ട്രെങ്തിനോട് കൂടെ ഒരു X എന്നുള്ള ഒരു ഫാക്ടർ അല്ലെങ്കിൽ കുറച്ചും കൂടി വാല്യൂ നമ്മൾ കൂട്ടിയിട്ടെടുക്കുന്ന, ടാർഗറ്റ് ചെയ്തെടുക്കുന്ന സ്ട്രെങ്തിനെയാണ് ടാർഗറ്റ് സ്ട്രെങ്ത് എന്ന് വിളിക്കുക. അത് കാണാനുള്ള ഇക്വേഷൻ IS 10262/2019 കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കോഡ് എക്സാമിന് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കാണാൻ പഠിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. F'(CK) = FCK. FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? FCK + 1.65 S. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. ഓക്കെ. അപ്പോൾ F'(CK) എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ നമ്മൾ ടാർഗറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത് അല്ലെ. നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കൂട്ടിക്കാണാം. FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് at 28 days അല്ലെ. at 28 days in Newton/mm². Newton/mm² 28 ദിവസം കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രെങ്ത് എത്രയാന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് M30 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 30 ആണ്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു ടാർഗറ്റ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ കാണണം. അപ്പോൾ ഞാൻ F'(CK) ടാർഗറ്റ് സ്ട്രെങ്ത് എങ്ങനെ കാണാം? ഇക്വേഷൻ എന്താണ്? FCK + 1.65 × S. ഈ വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യണം? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്തിന്റെ കൂടെ കൂട്ടി കൊടുക്കുന്നത്. ഇതെങ്ങനെ കൂട്ടി കൊടുക്കുക എന്നുള്ളതിനെ ഈ എസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ S എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ Newton/mm². അത് ഈ സ്റ്റേജിൽ IS 456 കൊടുത്തിട്ടുണ്ട്. IS 456 ടേബിൾ 8 ഉണ്ടാവും ഈ സാധനം. അതായത് M10 മുതൽ M15 വരെയുള്ള ഇതിന്റെ നമ്മൾ മിക്സ് ഡിസൈനിന്റെ ടാർഗറ്റ് സ്ട്രെങ്ത് 3.5 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതേപോലെ തന്നെ M20 M25 ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 4 ആണ്. M30 മുതൽ എബോവ് ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 ആണ്. അപ്പൊ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് F'(CK) = ടാർഗറ്റ് സ്ട്രെങ്ത് = FCK + 1.65 × S. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിസൈൻ ചെയ്യാൻ പോകുന്ന M30 കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? F'(CK) ഇക്വേഷൻ ഉണ്ട് അല്ലെ. FCK എത്രയാണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് at 28 days ആണ് 30 Nm² പ്ലസ് 1.65 ഇൻറ്റു എന്താണ് S നമ്മൾ അവിടെ നിന്ന് എടുക്കുക? നേരത്തെ പറഞ്ഞു ഈ കോഡിൽ അല്ലെ. ഞാൻ ഉപയോഗിക്കുന്നത് M30 കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ എന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 5 ആണ്. ഓക്കെ. ഇൻറ്റു 5 ചെയ്യുന്ന ഈ ടോട്ടൽ കിട്ടുന്ന ആൻസറിനെയാണ് നമുക്ക് വിളിക്കുക ടാർഗറ്റ് സ്ട്രെങ്ത് എന്ന് വിളിക്കുക. അപ്പൊ ഈ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഞാൻ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അത് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ. സൊല്യൂഷൻ എന്താണ്? FCK = ടാർഗറ്റ് സ്ട്രെങ്ത് ഇപ്പൊ തന്നെ പഠിച്ചു പോയി കേട്ടോ. ടാർഗറ്റ് സ്ട്രെങ്ത്
FCK plus 1.65 in years, where S is the standard deviation and FCK is the characteristic strength of concrete at 28 days. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോയാലോ? അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? Concrete which is modified with the short discrete fibers are അല്ലെങ്കിൽ known as ചെറിയ നാരുകളാൽ മോഡിഫൈ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്ത ടൈപ്പ് ഓഫ് കോൺക്രീറ്റിനെ എന്താ വിളിക്കുക എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഉണ്ട് ചെറിയ നാരുകളാൽ ബലപ്പെടുത്തിയ കോൺക്രീറ്റിന്റെ പേര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു സ്പെഷ്യൽ കോൺക്രീറ്റ് ആണ്. ഇതിനെ വിളിക്കുന്നതാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം കോൺക്രീറ്റ് വിച്ച് ഇസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് ഷോർട്ട് ഡിസ്ക്രീറ്റ് ഫൈബേഴ്സ് ഈസ് കോൾഡ്. സിമ്പിൾ അല്ലേ? ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഈ ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ പ്രീവിയസ് വീഡിയോയിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പാർട്ടിയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് സ്പെഷ്യൽ കോൺക്രീറ്റ്. ഓൾസോ കഴിഞ്ഞ ക്വസ്റ്റ്യനെ പോലെ തന്നെ സ്പെഷ്യൽ കോൺക്രീറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹാവിങ് ലോവർ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഡിപ്പെക്ട് ചെയ്യുന്നത്? എന്തിനാണ്? വെയിറ്റ് അല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വെയിറ്റ് പെർ വോളിയം അല്ലെങ്കിൽ വെയിറ്റ് പെർ വോളിയം അല്ലേ? വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെയിറ്റ് പെർ വോളിയം. അതായത് 1 മീറ്റർ ക്യൂബ് വോളിയത്തിൽ ഉള്ള വെയിറ്റ്, അതിനെയാണ് എന്ത് വിളിക്കുക? ഡെൻസിറ്റി എന്ന് വിളിക്കുക. അങ്ങനെ ചെറിയ ഡെൻസിറ്റിയിലുള്ള കോൺക്രീറ്റ് എന്താ വിളിക്കുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ കോൺക്രീറ്റിന്റെ ഡെൻസിറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഏകദേശം 2400 അറൌണ്ട് 2400 kg/m³ ഉണ്ടാവും. ഇത് കോൺക്രീറ്റിന്റെ സാധാരണ കോൺക്രീറ്റിന്റെ PCCയുടെ ഒരു അവസ്ഥയാണ്. PCCന്റെ ഒരു അവസ്ഥയാണ്, പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഡെൻസിറ്റിയെ കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റീലിന്റെ ഡെൻസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ പേപ്പറുകളിലൊക്കെ. 7850 7880 kg/m³. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ വെയിറ്റ് ഉള്ള സാധനം? സ്റ്റീലാണോ PCC ആണോ? സ്റ്റീലായിരിക്കും. അപ്പോൾ വെയിറ്റിനെയാണ് ഈ ഡെൻസിറ്റി ഡിപ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലോവർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലോവർ വെയിറ്റ്, ചെറിയ വെയിറ്റ് ഉള്ള കോൺക്രീറ്റിന് എന്താ വിളിക്കുക? എന്താ വിളിക്കുക? ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ്. ഓക്കെ, എന്താ വിളിക്കുക? ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ്. ഭയങ്കര സിമ്പിൾ ആണ്. ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് മുന്നേ പഠിച്ചതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് ആയിരുന്നു. എന്ത്? ഫൈബർ ഉള്ളിൽ കടത്തിവിട്ട അതിന്റെ പ്രോപ്പർട്ടി മെച്ചപ്പെടുത്തിയ ടൈപ്പ് കോൺക്രീറ്റ് എന്താ വിളിക്കുക? ഫൈബർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. ഇനി അടുത്തത് എന്താ? ഡെൻസിറ്റി ഭയങ്കര കുറവുള്ള, അതായത് വെയിറ്റ് ഭയങ്കര കുറവുള്ള ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് എന്താ വിളിക്കുക? ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ്. ഇത്രയും സിമ്പിളാണ് കോൺക്രീറ്റ് ടെക്നോളജി. അപ്പോൾ നമ്മൾ പാർട്ട് എ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി പാർട്ട് ബിയിൽ നിന്ന് വന്നിട്ടുള്ള, അതേപോലെ തന്നെ പാർട്ട് സിയിൽ നിന്നുള്ള ഏറെക്കുറെ മുഴുവൻ ക്വസ്റ്റ്യൻസും നമ്മൾ മുന്നത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. എക്സാമിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നു. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോണ്ടാക്ട്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, അഗെയിൻ താങ്ക് യു വെരി മച്ച്.